ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ നല്ല അടിപൊളിയാക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണ ഒരു പോയിന്റാണ് വീഡിയോ എഡിറ്റിങ്ങിലെ ഒരു പാർട്ടാണ് കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിൽ എങ്ങനെ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയണത്. ഇന്ന് നമ്മൾ ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഭയങ്കര ബേസിക് അല്ല, അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ആണ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാൻ പോണത്. സോ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ടൈം ലൈനിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്സിൽ ലുമേട്രിക് കളർ എന്ന് സെർച്ച് ചെയ്യുക. LUMETRI. സോ ഇവിടെ ഒരു പ്രീസെറ്റ് വരും. ഈ പ്രീസെറ്റ് നേരെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ക്ലിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. സോ ക്ലിപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഫക്ട് കൺട്രോൾ ഓപ്പൺ ആവും. എഫക്ട് കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് കറക്ഷൻ, ക്രിയേറ്റീവ്, കേർവ്, കളർ വീൽ, HSL സെക്കൻഡറി, അതുപോലെ തന്നെ വിഗ്നേറ്റ്, ഇത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ നമ്മൾ ആദ്യം ബേസിക് കറക്ഷൻ എടുക്കാം. ബേസിക് കറക്ഷൻ എടുത്തിട്ട് നമ്മൾ ആദ്യം വീഡിയോ ഒന്ന് നോക്കാം. സോ ഇതിപ്പോ ഒരു ബ്ലൂയിഷ് സെറ്റപ്പിലാണ് വീഡിയോ ഇരിക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു കളർ ഗ്രേഡിങ് വന്നേക്കുന്ന ഒരു ബ്ലൂയിഷ് സെറ്റപ്പിലേക്കാണ്. അപ്പൊ ഇതൊരു ഈവനിങ് വൈബാണ്. സോ നമുക്ക് ഈവനിങ് വൈബ് എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ ഒരു സെറ്റപ്പിലേക്കാണ് വരുത്തേണ്ടത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കാം. കണ്ടോ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ഒരു ഇത് മാറി. അതിനുശേഷം ടിൻഡ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതാവും. കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ ഒരു റെഡിഷ് ഒക്കെ കയറി വരും നമ്മളെപ്പോഴും. അപ്പൊ നമ്മളത് വീഡിയോയുടെ അനുസരിച്ച് ഞാൻ ഇപ്പൊ ഇവിടെ ടിൻഡ് കുറച്ച് കൊടുക്കുകയാണ്. അതിന് സാച്ചുറേഷനും കുറച്ച് കൊടുക്കുക. സാച്ചുറേഷൻ ഓവറായിട്ട് കുറയ്ക്കരുത്, ഒരു 90 ആക്കി കൊടുക്കാം നമുക്ക്. അതിനുശേഷം എക്സ്പോഷറും ഒരു -3 വെച്ച് കൊടുക്കാം, -4 വയ്ക്കാം. കോൺട്രാസ്റ്റ് നമ്മൾ കൂട്ടി കൊടുക്കാം. സോ കോൺട്രാസ്റ്റ് കൂട്ടണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് കൂട്ടി കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഒരു ബ്ലാക്ക് എലമെന്റ്സ് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് എടുത്ത് കാണിക്കും. കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ തന്നെ. അപ്പൊ നമ്മളെപ്പോഴും ഏത് വീഡിയോക്കാണെങ്കിലും കോൺട്രാസ്റ്റ് കൂട്ടണതാണ് നല്ലത്. സോ നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടി, അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് കുറയ്ക്കുക. ഈ പോയിന്റ്സ് ഒക്കെ ഞാനിപ്പോ ഇവിടെ ഈ വീഡിയോക്ക് ചേർന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ 1397 എന്നുള്ളതൊക്കെ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക. അതിന് ഷാഡോ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ്സ് കുറച്ച് കൂട്ടിയിട്ട് ബ്ലാക്സ് കുറച്ചു. സോ ഇങ്ങനൊരു സംഭവം വന്നു. സോ ഇതുകൊണ്ടൊന്നും ആയില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഞാൻ ഇപ്പൊ പറയണില്ല. ക്രിയേറ്റീവ് എന്താണെന്നുള്ള ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അടുത്ത് കർവ് എടുക്കുക. കർവ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ് കാണാൻ പറ്റും. ഈ ഗ്രാഫ് ഞാൻ കുറച്ച് താഴേക്കാക്കി. അതുപോലെ തന്നെ ഈ HSLന്റെ ഇവിടെ HUയും SAT ഉള്ളതുണ്ട്, അതും ഞാൻ കുറച്ച് മുകളിലേക്കാക്കി കൊടുക്കുക. സോ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇനിയിപ്പോ നമുക്ക് ഇനിയിപ്പോ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കളർ വീലും ഇപ്പൊ നോക്കണ്ട. അടുത്തത് നമുക്ക് വേണമെങ്കിൽ വിഗ്നേറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വിഗ്നേറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിപ്പം മാക്സിമം കൊണ്ടുവന്നിട്ട് മിഡ് പോയിന്റ് നമുക്ക് സോ ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നു. ഇനിയിപ്പോ നമുക്ക് ഇതിൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഷോട്ടില് നമുക്ക് ഇത് മതി. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. സോ ഇത് ഞാൻ ഇത്ര ചെയ്യണുള്ളൂ. ആൻഡ് ഈ സെക്കൻഡ് ഷോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു ഗ്ലോ എഫക്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോട്ട്. സോ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഗ്ലോ എഫക്റ്റ് കൂടി കൊണ്ടുവരുന്നു. സോ അതിനായിട്ട് ഈ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്സിൽ ഗ്ലോ എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ സ്റ്റൈലൈസിൽ കണ്ട ഗ്ലോ എന്ന് പറയുന്ന പ്രീസെറ്റ് ഉണ്ട്, അത് നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലോ പോയിന്റ് വരും. ആൻഡ് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ എഫക്ട് കൺട്രോളിൽ ഗ്ലോ ഇന്റൻസിറ്റി കുറച്ചു കൊടുക്കുക. ഗ്ലോ ഇന്റൻസിറ്റി കുറയ്ക്കുക. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട്. എന്നിട്ട് ഈ ഗ്ലോ ത്രെഷോൾഡ് എന്ന് പറയുന്നില്ലേ, അത് കുറച്ച് കൂട്ടി കൊടുക്കുക. സോ ചെറിയൊരു ഗ്ലോ എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. സോ കണ്ട ആ ഒരു ഗ്ലോ എഫക്റ്റ് ഇവിടെയും വന്നിട്ടുണ്ട്. ആ ക്ലൗഡിനും ഗ്ലോ എഫക്റ്റ് വന്നിട്ടുണ്ട്. സോ അത് കാണാനായിട്ട് ഒരു ഭംഗിയുണ്ട്.
സോ ഇതുപോലെയാണ് നമ്മൾ ഒരു വീഡിയോ കളർ ഗ്രേഡ് ചെയ്യണത്. ഇതിന് മുമ്പുണ്ടായ കളർ ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ ഈ കാണുന്നതാണ്. സോ അതിനേക്കാൾ നമ്മൾ കളർ ഗ്രേഡ് കൊടുത്ത് നമ്മൾ കുറച്ചുകൂടി വീഡിയോക്ക് ഭംഗി കൂട്ടിയിട്ടുണ്ട്. സോ ഇതുപോലെയാണ് നമ്മൾ ഭംഗി കൂട്ടുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാനിപ്പോ കുറച്ച് ഗ്രീനറി ഒക്കെ ഉള്ളൊരു വീഡിയോ എടുക്കാൻ കാണിച്ചു തരാം. വീഡിയോ. സോ ഈ വീഡിയോ കണ്ടോ, ഇത് കളർ ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല, നോർമൽ ആ ഒരു കളറിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോ അത്ര ഒരു സെറ്റപ്പ് ഒന്നുമില്ല. സോ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ലുമേട്രി കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ലുമേട്രി കളർ ആഡ് ചെയ്യുക, എന്നിട്ട് ബേസിക് കറക്ഷൻ എടുക്കുക. ടെമ്പറേച്ചർ ഇതിലിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗ്രീൻ കളർ ഉണ്ട്, അതായത് കുറെ ഇലകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രീനിഷ് കളർ ഉണ്ട്. സോ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുക. ടെമ്പറേച്ചർ ഒരു 9 ഇട്ട് കൊടുക്കുക. ടിൻറ്റും കുറച്ച് കൊടുക്കുക. ടിൻറ്റ് ഒരു 12 ഇട്ട് കൊടുക്കുക. സാച്ചുറേഷൻ കൂട്ടി കൊടുക്കുക. സോ കണ്ട, സാച്ചുറേഷൻ കൂട്ടുമ്പോൾ കണ്ടില്ലേ, അതായത് ഇങ്ങനെ ഇടുന്നത് ആ ഗ്രീനറി എടുത്ത് കാണിക്കണുണ്ടോ. സോ അങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് എക്സ്പോഷർ എപ്പോഴും നമ്മൾ ഒരു പൊടിക്ക് കുറച്ച് കൊടുക്കുക, ഒരു 4 ഇടുക. കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കുക. കോൺട്രാസ്റ്റ് കൂട്ടി കൊടുത്തിട്ട് ഹൈലൈറ്റ്സും കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഷാഡോ ഈ പറഞ്ഞ പോലെ കുറച്ച് കൊടുക്കുക. വൈറ്റ്സ് കൂട്ടി കൊടുക്കുക. ബ്ലാക്സും ഇതിൽ നമ്മൾ കൂട്ടി കൊടുക്കുക. സോ ഇങ്ങനൊരു സംഭവം കിട്ടി. ഇനി നമ്മൾ കർവ് എടുക്കുക. കർവ് എടുത്തിട്ട് നമ്മൾ വൈറ്റ്സിലാണ്ട് ഇടുന്നത്, അത് നോക്കണം. നമ്മളിപ്പോ ഇതിലിപ്പോ ഗ്രീനറിയുടെ ആ ഒരു സംഭവമാണ് നോക്കണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കൂട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രീൻ ആ ഒരു ഇത് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. നമ്മൾ ഇത് വൈറ്റ്സ് എടുത്താൽ മതി. എപ്പോഴും വൈറ്റ്സ് എടുത്തിട്ട് കുറച്ച് താഴേക്കാക്കാം. വൈറ്റ്സ് എടുക്കുമ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു ഡാർക്ക് എഫക്റ്റ് കയറി വരും. സോ അങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വിഗ്നെറ്റും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കുറച്ച് വിഗ്നെറ്റ് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനൊരു സംഭവം കിട്ടി. ഇനി നമുക്ക് ഇതിലേക്കും നമുക്ക് വേണമെങ്കിൽ ഗ്ലോ ചേർക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോ ചേർത്ത് കൊടുക്കാം. സോ ഈ വീഡിയോയും ഈ പറഞ്ഞ പോലെ നേരത്തെ ഇതിനു മുമ്പത്തെ വീഡിയോ എങ്ങനെയായിരുന്നു എന്നുള്ളത് കണ്ടില്ല. സോ അങ്ങനെയാണ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്തെടുക്കുന്നത്. സോ ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇതുണ്ട്, അതായത് ക്രിയേറ്റീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ലുമേട്രിക്കില്. അതായത് നമുക്ക് ഈ ഫിൽറ്ററുകൾ ആഡ് ചെയ്യണ പോലെ നമുക്ക് ലെറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ലെറ്റ്സ് ആഡ് ചെയ്താലും നമ്മൾ കളർ ഗ്രേഡ് ചെയ്തെടുക്കണ ഒരു സെറ്റപ്പിലേക്ക് വരില്ല. എന്നാലും നമുക്ക് പറ്റും. സോ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു. അതിനുശേഷം ഇവിടെ സൈഡിൽ ലുമേട്രിക് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ ലുമേട്രിക് സെർച്ച് ചെയ്തു. ലുമേട്രിക് നേരെ ഡ്രാഗ് ചെയ്തിട്ടു. ഇതില് എഫക്ട് കൺട്രോളിൽ രണ്ടാമത്തെ ഓപ്ഷനായ ക്രിയേറ്റീവ് എടുക്കുക. ക്രിയേറ്റീവില് ലുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നണ്ണാണ് കിടക്കുന്നത്. ഇതെടുത്തിട്ട് ഇതിൽ നമുക്ക് കുറെ ഇതുപോലത്തെ ഇൻബിൽഡ് ആയിട്ടുള്ള ലെറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമ്മളങ്ങനെ ലെറ്റ്സ് ഇട്ട് നമ്മൾ കളർ ഗ്രേഡ് ചെയ്തെടുക്കുന്ന ഒരു സെറ്റപ്പ് വരില്ല. നമുക്ക് എക്സ്റ്റേണൽ ലെറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ കിടക്കണത് അതെടുക്കുക. എന്നിട്ട് ഇതിലിപ്പോ ഏതെങ്കിലും ഇപ്പൊ ഞാൻ ഈ ഒരു ലെറ്റ്സ്, സോ കണ്ടോ ആ ഒരു ലെറ്റ് എടുത്തപ്പോ ഇതുപോലെ വന്നു. അതുപോലെ നമുക്ക് പല പല ലെറ്റ്സ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാനുള്ളതൊക്കെയാണ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. ഒരുപാട് സിനിമാറ്റിക് ലെറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്. സോ ലെറ്റ്സിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ കൂടെ കൊടുത്തേക്കാം. ആ ഡ്രൈവ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റ്സും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. സോ ഇത്രേ ഉള്ളൂ. കളർ ഗ്രേഡിങ്ങിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല. സോ ഇത് തന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ടൈം എടുത്ത് നമ്മൾ ഓരോന്നും പക്ക പെർഫെക്റ്റ് ആക്കി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പക്ക കളർ ഗ്രേഡിങ് ആവും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.